തളികയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു. സ്വർഗാനുഗ്രഹങ്ങളും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖം തളം കെട്ടിയിരിക്കുന്ന ആ സമയത്ത് സർവാശ്വാസനോടമായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും വിശ്വാസവും ആശ്വാസം ലഭിക്കേണ്ടതിന് വേണ്ടി അല്പനേരം ഇവിടെയായിരിക്കുന്നു. നല്ല മാതൃക കാണിച്ചു വന്ന ആ പ്രിയ അമ്മച്ചി നമ്മെ വിട്ട് നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് സർവാശ്വാസപൂർണമായ കർത്താവ് നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സർവാശ്വാസപൂർണമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തിനെ സ്തുതിക്കുന്നു. ഈ വൈകുന്നേരം ഈ ഫ്യൂണൽ ഹോമിൽ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം നീ മുന്നമേ അറിഞ്ഞിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മരണം സർവ്വസാധാരണമാണെങ്കിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോൾ അടക്കുവാനാവാത്ത ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു വിശ്വാസവും പ്രത്യാശയും തന്നിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവ് 85 വർഷത്തോളം ലോകത്ത് ജീവിക്കുകയും നിന്നെ രക്ഷകനായി സ്വീകരിച്ച് വലിയ പ്രത്യാശയോട് ജീവിച്ച പ്രിയ മാതാവിൻ്റെ ശരീരം മുൻപാകെ ഞങ്ങളായിരിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ താൻ പ്രിയം വെച്ച കർത്തനിലേക്ക് ചേർക്കപ്പെട്ടെങ്കിലും മൃതശരീരത്തിന് മുൻപാകെ ഞങ്ങൾ പുറകോട്ട് ചിന്തിച്ച് അമ്മച്ചെപ്പറ്റി ഞങ്ങൾ ഓർക്കുന്നു. ആ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ പുതുകി നിൽക്കുന്നു. കർത്താവെ, മക്കളായി, കുടുംബങ്ങളായി, കൊച്ചുമക്കളായി എല്ലാവരെയും സഹായിക്കണമേ. കടന്നു വരുന്നവർക്ക് ആശ്വാസം ഇന്ന് സന്ധ്യാസമയം പകരണമേ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ മാനിക്കണമേ. നിന്റെ ആശ്വാസക്കാരൻ ഞങ്ങളെ തലോടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആശ്വാസത്തെ രാത്രികാലം പ്രായപ്പാൻ സഹായിക്കണമേ. പാട്ടുകളിലൂടെ, കൺട്രോൾസ് അറിയിക്കുന്നതിലൂടെ, വചന ശുശ്രൂഷയിലൂടെ, എല്ലാ ശുശ്രൂഷയുടെയും ഇന്ന് നാളെയുമായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കുവാൻ നീ സഹായിക്കണമേ. കൃപ കൂടിയിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശ്വാസമേ എനിക്കേറെ തേങ്ങിയിരുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ എനിക്കേറെ തേങ്ങിയിരുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹാ
ദൈവത്തിന് മഹത്വം. മിസ്സസ് തങ്കമ്മ ജോർജ് എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രിയ മാതാവിൻ്റെ വേർപാടിനോടനുബന്ധിച്ച് ദുഃഖമർപ്പിക്കുവാൻ നമ്മളിവിടെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ അമ്മച്ചിയുടെ 9 മക്കളും കുടുംബങ്ങളും ഒക്കെയും ഇവിടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ അമ്മച്ചി ദീർഘവർഷമായി ഈ ന്യൂയോർക്കിൽ ലിറ്റിൽ ഫ്ലോക്ക് പെന്തക്കോസ്റ്റ് ചർച്ചിൽ സജീവമായി ആരാധിച്ചുകൊണ്ടിരുന്നു. ആ സഭയുടെ ശുശ്രൂഷകൻ ശരീര സൗഖ്യം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പോയിട്ട് ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ ജേക്കബ് ജോർജ് എന്നാണ്.